ത്രിയേക ദൈവത്തിന് സ്തുതി. വീണ്ടും വലിയ നൊയിമ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗം ചായച്ച് ഇറങ്ങി വന്ന് പാപികളായ നമ്മെ വീണ്ടെടുക്കുവാൻ കാൽവറിയിൽ അവൻ നമുക്കായി സ്വയം യാഗമായി തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെ, കുരിശുമരണത്തെ തുടർന്ന് അവൻ്റെ പുനരുദ്ധാനത്തെ നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയമാണല്ലോ ഈ നോമ്പനുഭവം. നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങളെ അല്പകാലം മാറ്റി നിർത്താൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുന്ന അനുഭവങ്ങളായി തീരുന്നോക്കണം നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാരംഭമായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ, അതിൻ്റെ 7-ാം വാക്യം. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. 11-ാം വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയെ കാനായിൽ വെച്ച് ചെയ്ത തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിൻ്റെ അടയാളമാണ് ഗലീലയിലെ കാനാവിലെ കല്യാണ ഭവനത്തിൽ നടന്നതായ ഈ അനുഭവം. ഇത് കേവലം ഒരു അത്ഭുത കഥയല്ല, ക്രിസ്തുവിൻ്റെ സ്വത്വത്തെ, ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന ദൈവശാസ്ത്രപരമായ വെളിപ്പെടുത്തലാണ്. ഇവിടെ ഒരു കല്യാണ ഭവനം, സന്തോഷത്തിൻ്റെ കൂട്ടായ്മയുടെ ഇടം. എന്നാൽ വിരുന്നിൻ്റെ സന്തോഷം ശൂന്യതയുടെ, നിന്ദയുടെ അനുഭവമാകുവാൻ പോകുന്നു. ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം അവിടെ ഒരു രൂപാന്തരം വരുത്തുന്നു എന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ ശൂന്യമായ അനുഭവങ്ങൾ വീഞ്ഞുപോലെ മധുരം നൽകുന്ന നിറവിൻ്റെ അനുഭവമായി മാറുന്നു. 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ട്രാൻസ്ഫോംസ് എംപ്റ്റിനെസ് ഇൻടു അബണ്ടൻസ്. ശൂന്യതയെ സമൃദ്ധിയാക്കി മാറ്റുന്ന ക്രിസ്താനുഭവം. കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നത് ഒരു ഗാർഹികമായ പ്രശ്നത്തെക്കാൾ അപ്പുറമായി അപമാനത്തിന് അനുഭവമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. തുടർന്ന് മറിയത്തിൻ്റെ ഇടപെടൽ ഇവിടെ നമുക്ക് കാണാം. കാരണം ക്രിസ്തു ആരാണ് എന്ന് മറിയത്തിന് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ വാക്കുകൾ മറിയ ശുശ്രൂഷകരോട് പറയുന്നത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നേരിട്ട് കാണുമ്പോഴാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ മറിയ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഹി ക്യാൻ ട്രാൻസ്ഫോം അവർ ലൈഫ് ഇൻടു എ വണ്ടർഫുൾ മിറക്കിൾ. തുടർന്ന് യേശു ആ ശുശ്രൂഷയോട് പറയുകയാണ്, ആ കാണുന്ന 6 കൽപാത്രങ്ങളിൽ നിങ്ങൾ അതിൻ്റെ വക്കോളം വെള്ളം നിറപ്പിൻ. തുടർന്ന് അവിടെ നടന്നത് നമുക്ക് അറിയാം. യേശു ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ശുദ്ധീകരണത്തിനായി പുറത്തു വെച്ചിരിക്കുന്ന 6 കൽപാത്രങ്ങളാണ്. ജീവിതം ഒഴിഞ്ഞ അനുഭവമായി മുൻപോട്ട് പോകുന്നു. ചില കുറവുകൾ ഉണ്ട്. എന്നാൽ ക്രിസ്താനുഭവം അവിടെ ഉണ്ടാകുമ്പോൾ അവനിലൂടെ ജീവിതത്തിൻ്റെ ശൂന്യത നിറവാകുന്നു. ജീവിതം സമൃദ്ധിയായി തീരുന്നു. മറച്ചു വയ്ക്കാതെ നമുക്ക് സമ്മതിക്കാം, ചില കുറവുകൾ, ശൂന്യതകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. കൽഭരണിയിലെ വെള്ളം രുചികരമായ ഗുണവുമുള്ള വീഞ്ഞായി അവൻ തീർത്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ അപര്യാപ്തമായ അനുഭവത്തെ അവൻ രൂപാന്തരപ്പെടുത്തി സമൃദ്ധമായ അനുഭവമാക്കി തീർക്കുന്നു. രണ്ടാമതായി, ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ട്രാൻസ്ഫോംസ് ഷെയിം ഇൻടു ഗ്ലോറി. നിന്നിൽ നിന്ന് ദൈവമഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ക്രിസ്താനുഭവം. വീഞ്ഞ് കുറഞ്ഞു പോയതല്ല, അത് കാരണം ഉണ്ടാകാൻ പോകുന്ന നിന്ന അനുഭവമാണ് മറിയ യേശുവിനോട് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അത്രയും നേരം നിലനിന്നിരുന്ന സന്തോഷത്തിൻ്റെ അനുഭവം
തിരിഞ്ഞുമറിയാൻ ആ ഒരു കാര്യം മാത്രം മതിയായിരുന്നു. അവർക്ക് വീഞ്ഞില്ല എന്ന കാര്യം ഗോസിപ്പുകാരെ പോലെ അവിടെ മുഴുവൻ വിളിച്ച് അറിയിക്കുകയല്ല മറിയ ചെയ്തത്. ഈ വാർത്ത ആരുടെ അടുത്ത് അറിയിക്കണമോ അതാണ് മറിയം ഇവിടെ ചെയ്തത്. ക്രിസ്തു ഇവിടെ നിശബ്ദമായി ഇടപെടുകയാണ്. എന്താണ് അവിടെ നടന്നത് എന്ന് യേശുവിനും മറിയത്തിനും ആ ജോലിക്കാർക്കും മാത്രമേ അറിയത്തുള്ളൂ. സാധ്യമായ നിന്ദയുടെ അനുഭവത്തിൽ നിന്ന് കൂടുതൽ സന്തോഷം നൽകുന്ന അനുഭവമായി ഈ ഭവനം തീരുന്നു. ക്രിസ്തു നമ്മെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടം നൽകുമ്പോൾ അവിടെ മഹത്വത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. റോമൻ കാഴ്ചപ്പാടിൽ നിന്ദയുടെ അടയാളമായിരുന്ന കുരിശ്, എന്നാൽ ക്രിസ്തു അതിൽ പാപപരിഹാരമായി തീർന്നപ്പോൾ അത് രക്ഷയുടെ അടയാളമായി തീരുന്നു. പുതിയ ഉടമ്പടിയുടെ മണവാളനായ ക്രിസ്തു അവിടെ പുതിയ ഉടമ്പടിയുടെ വീഞ്ഞ് നിറഞ്ഞൊഴുക്കുന്നു. കൃപയുടെ പൂർണ്ണത നമ്മെ ഏത് നിന്നെയും മറികടക്കാൻ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, നാം മനോഭാവത്തോടെ ഏറ്റുപറയുമ്പോൾ, നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നിത്യമായ നിന്ദയുടെ അനുഭവത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജീവിതങ്ങളായി ദൈവമഹത്വം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ബലഹീനമായ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ദൈവമഹത്വം വെളിപ്പെടുന്ന ഇടങ്ങളായിത്തീരുന്നു. നമ്മെ ലജ്ജിപ്പിക്കുന്ന പരാജയങ്ങൾ കൃപയുടെ സാക്ഷ്യങ്ങളായിത്തീരുന്നു. ക്രിസ്താനുഭവം നമ്മെ ശൂന്യതയിൽ നിന്നും സമൃദ്ധിയിലേക്കും നിന്ദയിൽ നിന്നും മഹത്വത്തിലേക്കും നയിക്കുന്നു. വലിയ നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ സാധാരണ കൽപ്പാത്രങ്ങളായ നമ്മുടെ ജീവിതത്തെ ക്രിസ്താനുഭവത്തിന് സമർപ്പിച്ച് വക്കോളം നിറഞ്ഞ് മറ്റുള്ളവർക്കും നമ്മിൽ നിന്ന് ക്രിസ്താനുഭവത്തെ രുചിക്കാൻ സാധ്യമാകട്ടെ. സാധ്യതകൾ അവസാനിക്കുമ്പോൾ ലോകം പറയും, ഇല്ല, ഇനിയൊന്നും ബാക്കിയില്ല. എന്നാൽ ക്രിസ്തു നമ്മോട് പറയുന്നു, അല്ല, ഇനിയും ചില സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നാളിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, അല്ല, ഇനിയും നമ്മുടെ ജീവിതത്തിൽ ചില സാധ്യതകൾ ബാക്കിയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.